വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 49 ധനസമ്പത്തിലും ഭൂമിയിലെ മഹത്വത്തിലും ആശ്രയിക്കാതെ ദൈവത്തിൽ പ്രത്യാശ ഇടേണ്ടതിൻ്റെ ആഹ്വാനമാണ്. ഇത് മരണത്തിൻ്റെ സത്യവും ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ജ്ഞാനവും ആലപിക്കുന്നു. എന്നാൽ ദൈവം എൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വീണ്ടെടുക്കും, അവിടുന്ന് എന്നെ സ്വീകരിക്കും. സങ്കീർത്തനം 49:15 തിരുവചനം. 50 സങ്കീർത്തനത്തിൽ ദൈവം തൻ്റെ ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു ദൈവിക വിധി പ്രഖ്യാപനമാണ്. ഇത് യഹോവയുടെ മഹത്വം, യഥാർത്ഥ ആരാധനയുടെ അർത്ഥം, കപടതയുടെ നിഷേധം, നീതിയുള്ള ജീവിതത്തിൻ്റെ ആവശ്യകത എന്നിവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. സങ്കീർത്തനം 50 തിരുവചനം. സങ്കീർത്തനം 51 ദാവീദ് രാജാവിൻ്റെ ഹൃദയഭാരമുള്ള പശ്ചാത്താപ ഗീതമാണ്. നാഥാൻ പ്രവാചകൻ അവൻ്റെ പാപം വെളിപ്പെടുത്തിയപ്പോൾ ദാവീദ് എഴുതിയതാണ് ഈ സങ്കീർത്തനം. ഇത് ദൈവത്തോടുള്ള അവൻ്റെ പാപസമ്മതവും ശുദ്ധീകരണത്തിനുള്ള അപേക്ഷയും ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കവുമാണ്. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനനുസരിച്ച് എൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. സങ്കീർത്തനം 51 1-2 തിരുവചനങ്ങൾ. സങ്കീർത്തനം 52 ദുഷ്ടരുടെ അഹങ്കാരത്തെയും ദൈവത്തിൽ പ്രത്യാശയിടുന്നവരുടെ ശാശ്വത സുരക്ഷയെയും കുറിച്ചുള്ള ശക്തമായ ആത്മീയ പ്രസ്താവനയാണ്. ദാവീദ് ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിക്കുന്ന വേദഭാഗമാണ് ഇതിലെ 8 തിരുവചനം. ദൈവത്തിൻ്റെ ഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവുമരം പോലെയാണ് ഞാൻ. ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ ഞാൻ എന്നേക്കും ആശ്രയിക്കുന്നു. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.